പാചകവാതക സിലിണ്ടറിനുള്ളിൽ പകുതിയോളം വെള്ളം മാത്രം നിറച്ചു നൽകി ഉപഭോക്താവിനെ വഞ്ചിച്ചതായി പരാതി. നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കപ്രശ്ശേരിയിൽ താമസിക്കുന്ന മാളിയേക്കൽ അനിലിന്റെ വീട്ടിൽ എത്തിച്ച സിലിണ്ടറിലാണ് ഈ വൻ ക്രമക്കേട് കണ്ടെത്തിയത്. കഴിഞ്ഞ 18 ദിവസമായി അനിൽ ഈ സിലിണ്ടറാണ് വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം പാചകം ചെയ്യാൻ സ്റ്റൗ കത്തിക്കാൻ ശ്രമിച്ചപ്പോൾ തീ പടർന്നില്ല. തുടർന്ന് സിലിണ്ടർ മാറ്റി പരിശോധിച്ചപ്പോഴാണ് വീട്ടുകാർ ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിഞ്ഞത്. സിലിണ്ടറിനുള്ളിൽ ഗ്യാസിന് പകരം പകുതിയോളം വെള്ളം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. സിലിണ്ടർ കിട്ടിയിട്ട് നമ്മളെടുത്തിട്ട് 1 മാസം കഴിഞ്ഞ് സിലിണ്ടർ എടുത്തിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ വെച്ചിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ട് 19 ദിവസമായി. 19 ദിവസം ഇന്നത്തേക്ക് 19 ദിവസമാണ്. സാധാരണ നമുക്കൊരു 45 ദിവസം കിട്ടണം. ആ വെള്ളമാണെന്ന് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പായി കഴിയുമ്പോഴത്തേക്കും കിട്ടാതെ വരുമ്പോഴത്തേക്കും നമ്മളിത് ചെക്ക് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സംശയം തോന്നി. ഗ്യാസ് ഇളക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് വെള്ളത്തിൻ്റെ ഒരു സൗണ്ട് കേൾക്കണം, കുറ്റി ഇളക്കി കഴിഞ്ഞപ്പോഴത്തേക്കും. അങ്ങനെ ഞാൻ റെഗുലേറ്റർ ഊരിയിട്ട് ഇത് ചെക്ക് ചെയ്തു. ചരിച്ചിട്ടുണ്ട് കുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഗ്യാസല്ല വരുന്നത്, വെള്ളമാണ് വരുന്നതിനാണ്. അപ്പോൾ ഞാനൊരു പാത്രം അടിയിലെടുത്ത് വെച്ചിട്ട് നോക്കി. അപ്പോൾ ഗ്യാസ് ഏജൻസിയിൽ വിളിച്ചിട്ട് അവർ ഫോൺ എടുക്കണില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സപ്ലൈ ചെയ്യണ ആളെയും വിളിച്ച്. അപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റിലിരിക്കണം. എനിക്കങ്ങനെ വണ്ടി ഓടിച്ച് അങ്ങനെ പുറത്തോട്ട് പോകാനോ അത് ഇത്രയും വെയിറ്റുള്ള സാധനമൊന്നും എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. പിന്നെ വൈഫും കൂടി സപ്പോർട്ട് ചെയ്തിട്ട് ഞങ്ങളിത് വണ്ടിയിൽ കയറ്റി വെച്ച് എന്നിട്ട് ആളെ വിളിച്ചിട്ട് അപ്പോൾ അവർ പറഞ്ഞ് സപ്ലൈ ചെയ്യുന്ന ആൾ തിരിച്ച് വിളിച്ചിട്ടും പറഞ്ഞ് ആൾ വരാൻ വന്ന് നോക്കട്ടെ എന്നിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെയായിട്ടും ആളുമില്ല, ഒന്നുമില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചപ്പോഴാണ് എന്നോട് പറഞ്ഞത് നമുക്കൊരു പ്രൂഫ് വേണം, അതുകൊണ്ട് മീഡിയയിൽ ആരെങ്കിലും വിളിച്ച് പറയാൻ പറഞ്ഞു. അത്താണിയിലുള്ള ഒരു സ്വകാര്യ ഗ്യാസ് ഏജൻസിയിൽ നിന്നാണ് അനിൽ ഈ സിലിണ്ടർ വാങ്ങിയത്. തങ്ങൾക്ക് സംഭവിച്ച ഭീമമായ നഷ്ടവും വഞ്ചനയും ബോധ്യപ്പെടുത്താൻ ഏജൻസിയുമായി നിരവധി തവണ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും യാതൊരുവിധ പ്രതികരണവും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്ന് വീട്ടുകാർ ആരോപിക്കുന്നു. ഇല്ല, പരാതി കൊടുത്തില്ല. അപ്പം ഞാൻ ഏതെങ്കിലും ഒരു അഡ്വക്കറ്റിനെ കണ്ടിട്ട് പരാതി കൊടുക്കാമെന്ന് വെച്ചിട്ട്. കാര്യം ഇനി ഇതുപോലെ അവർക്കൊരു ചീറ്റിംഗ് ഉണ്ടാവരുതല്ലോ. ഇതിന് മുന്നേ ഉണ്ടായിട്ടില്ല. ഇതിന് മുന്നേ ഉണ്ടായിട്ടെന്ന് പറഞ്ഞാൽ തീർന്നിട്ടുണ്ട്. സാധാരണ നമുക്ക് കിട്ടണേലും പെട്ടെന്ന് ഗ്യാസ് തീരാറുണ്ട് ചില സമയങ്ങളിൽ. അപ്പോൾ നമ്മൾ ഓർക്കണം ഇനി നമ്മൾ കൂടുതൽ ഉപയോഗിച്ചിട്ടായിരിക്കും എന്നുള്ളതായിരുന്നു. അപ്പോൾ എനിക്കും ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന കാരണം നമുക്കത് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ടാണ് പിന്നെ പെട്ടെന്ന് ഇത് ശ്രദ്ധിച്ച് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഏജൻസിയിൽ വിളിച്ചിട്ട് അവർ ഫോൺ എടുക്കണില്ല. അത് നമ്മളെപ്പോൾ വിളിച്ചാലും അവർ ഫോൺ എടുക്കാറില്ല. സാധാരണ നമ്മളൊരു 3-4 പ്രാവശ്യം വിളിച്ച് മൊബൈൽ നമ്പറും ഉണ്ട്, അവിടുത്തെ ലാൻഡ് നമ്പറും ഉണ്ട്. പക്ഷേ അതിൽ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ അല്ല, കിട്ടാറില്ല. കൊണ്ടുവരുന്നവരെ വിളിച്ച് അവരെടുത്ത്. പക്ഷേ അവർ സാധാരണ അങ്ങനെ എടുക്കാറില്ല. പക്ഷേ ഇന്നെന്തോ എടുത്തിട്ട് പറഞ്ഞ് ഞാൻ വരട്ടെ ചെക്ക് ചെയ്ത് നോക്കാം എന്നിട്ട് പറയാമെന്നല്ലാതെ വേറെ ഒന്നും റിപ്ലൈ ഒന്നുമില്ല. ഞാൻ രാവിലെ ഒരു 10 o'clock 10 മണിയായപ്പോഴത്തേക്കും 10 ടൈമിലാണ് അവരെ വിളിക്കുന്നത്. എനിക്ക് പറയാനുള്ള എന്താ, ഇപ്പോൾ നമുക്ക് ഗ്യാസൊക്കെ കൊണ്ടുപോയിക്കാൻ നേരത്ത് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടല്ലോ. സാധാരണ സപ്ലൈ ചെയ്യണവർ കണക്ട് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ സിലിണ്ടറിന് തൂക്കുക, ഗ്രാവിറ്റി അങ്ങനെ എന്തൊക്കെ ടെസ്റ്റ് ചെയ്യണ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സൗകര്യം എല്ലാവരും മാക്സിമം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണം. കാര്യം ഇങ്ങനെ ഒരു ചീറ്റിങ്ങിൽ ആരും പെടരുത്. കാര്യം നമ്മളിപ്പോൾ ഗ്യാസിൻ്റെ വില അറിയാമല്ലോ, എത്ര പൈസ കൂടുതലുള്ളത്. നമ്മളാ പറയണ പൈസ കൊടുത്ത് നമ്മൾ എടുക്കണം. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കണം. ഇതിന് നിയമപരമായിട്ടൊരു നടപടി എന്തെങ്കിലും ഉണ്ടാകണം, അല്ലെങ്കിൽ ഇനിയും ഇത് ആവർത്തിക്കുകയല്ലേ ഇങ്ങനെയൊക്കെ. കാര്യം ഈ കുറ്റിയുടെ പകുതി കൂടുതൽ വെള്ളമുണ്ട്. ഞാനിപ്പോൾ ഈ വെള്ളം എടുത്ത് വെച്ചിരിക്കണ കഴിഞ്ഞാൽ കുറേ കുത്തിക്കളഞ്ഞ് താഴത്ത് ഒഴുകിപ്പോയി. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ എനിക്ക് തോന്നിയത് ഒരു ചരുവത്തിലെടുത്ത് വയ്ക്കുക. അങ്ങനെയാണ് എടുത്ത് വെച്ചത്. ലഭിക്കുന്ന സിലിണ്ടറുകളിൽ കൃത്യമായ അളവിൽ പാചകവാതകം ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട ഏജൻസികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഇത്തരം വീഴ്ചകൾ സാധാരണക്കാരായ ഉപഭോക്താക്കളെ കടുത്ത ദുരിതത്തിലാക്കുകയാണ്. സംഭവത്തിൽ ഏജൻസിക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് കുടുംബത്തിൻ്റെ തീരുമാനം.